സ്പെയിനിലെ സിവിൽ വാർ മൂലം അവിടെ നിന്നും ചരക്ക് കപ്പൽ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കുടുംബം പോകുന്ന വഴിയിൽ ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞു പോകുന്നു. എന്നാൽ ഭർത്താവ് നിക്കോ കപ്പലിലേക്കുള്ള മറ്റൊരു കണ്ടെയ്നറിൽ ഉണ്ടെന്നാണ് ഭാര്യയായ മിയ കരുതിയത്. മിയയുടെയും കുടുംബത്തിന്റെയും ആ യാത്രയിൽ അവൾ നേരിടേണ്ടി വരുന്ന അതിഭീകരമായ പ്രശ്നങ്ങളാണ് സിനിമയിൽ പറയുന്നത്. എന്നാൽ പിന്നെ നമുക്ക് സിനിമയിലേക്ക് അങ്ങ് പോയാലോ. സ്പെയിനിലെ ക്രൈസിസ് മൂലം അവിടെയുള്ള ജനങ്ങൾക്ക് തങ്ങളുടെ ബേസിക് ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്ത ഒരു ദുരവസ്ഥ വരുന്നു. അവർക്ക് മതിയായ ഭക്ഷണമോ വെള്ളമോ ലഭിക്കുന്നില്ല. ജനാധിപത്യ ഗവൺമെന്റുകൾ നിലംപതിക്കുകയും ഏകാധിപത്യ ഗവൺമെന്റുകൾ അധികാരം കൈയാളുകയും ചെയ്തു. അതോടെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി. പുതിയ ഗവൺമെന്റ് പ്രായമായവരെയും ഗർഭിണികളെയും കൊന്നൊടുക്കിയാണ് വിഭവങ്ങളുടെ കുറവ് പരിഹരിക്കാൻ ശ്രമിച്ചത്. അയർലൻഡ്, നോർവേ മുതലായ രാജ്യങ്ങൾ വിഭവങ്ങളുടെ കുറവ് ഒരുവിധം കൈകാര്യം ചെയ്യുകയും രാജ്യത്തെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഒരുപാട് ജനങ്ങൾ സ്പെയിനിൽ നിന്നും ആ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ശ്രമിക്കുകയാണ്. ആ കൂട്ടത്തിലുള്ളതായിരുന്നു നിക്കോയും അവന്റെ ഗർഭിണിയായ ഭാര്യ മിയയും. മനുഷ്യരെ കാശ് മേടിച്ച് കടത്തുന്ന ആളുകൾക്ക് വലിയ തുക നൽകിയാണ് നിക്കോയും മറ്റുള്ളവരെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. നിക്കോയെയും ഭാര്യയെയും അവർ ഒരു ഹാർബറിലേക്ക് എത്തിച്ചു. അവിടെയുള്ള കണ്ടെയ്നറുകളിൽ ഇവരെ കപ്പൽ മാർഗം കടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടെയ്നറുകൾക്ക് ഇടയിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പട്ടി അവരെ കാണുകയും കുരയ്ക്കുകയും ചെയ്യുന്നു. അത് കണ്ടവർ മറ്റൊരു വഴിയെ പോകുന്നു. അതിനിടയിൽ മുകളിൽ നിന്നുമുള്ള പോലീസ് ഹെലികോപ്റ്ററുകളുടെ ലൈറ്റിൽ പെടാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ചില ആളുകളെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്ന ശബ്ദം അവർക്ക് കേൾക്കാമായിരുന്നു. ഒരു വിധത്തിൽ അവരുടെ കണ്ണിൽ പെടാതെ മനുഷ്യക്കടത്തിന്റെ ഏജന്റിന്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ അയാൾ കൂടുതൽ പണം ആവശ്യപ്പെടുന്നു. കാരണം ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ റിസ്ക് ആണ്. ഗവൺമെന്റ് ഇതൊക്കെ നന്നായി ചെക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ പണവും തന്നു, ഇനി തരാൻ ഒന്നുമില്ല എന്ന് നിക്കോ അയാളോട് പറയുന്നു. അവരുടെ കല്യാണ മോതിരം ഊരി നൽകാൻ അയാൾ നിക്കോയോട് പറയുന്നു. അവർക്ക് മറ്റൊരു വഴിയില്ലാത്തതിനാൽ ഒടുവിൽ നിക്കോ അവന്റെയും ഭാര്യയുടെയും വിവാഹ മോതിരം അയാൾക്ക് ഊരി നൽകുന്നു. അങ്ങനെ അവർ ഒരു കണ്ടെയ്നറിന് ഉള്ളിലേക്ക് കയറുന്നു. അതിൽ മറ്റ് ഗർഭിണിയായ സ്ത്രീകളും കുട്ടികളും വളർത്തുനായകൾ വരെ ഉണ്ടായിരുന്നു. മിയയുടെ വയറ് മറച്ചിരുന്ന ബാൻഡേഡ് അവൾ അഴിച്ചു മാറ്റുന്നു. മാത്രമല്ല അവളാകെ വിഷമത്തിലാണ്. കാരണം അവളുടെ കുട്ടി ചലിക്കുന്നത് കുറച്ച് സമയമായി അവൾക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നിട്ടെന്താ നീ എന്നോട് പറയാതിരുന്നത്? അവൾ എപ്പോൾ ഇവിടെയാണ് ചവിട്ടുന്നതെന്ന് നിനക്കറിയില്ലേ? ഇവിടെ ആയിരിക്കും അവളുടെ കുഞ്ഞി കാലിരിക്കുന്നത്. അയർലൻഡിലെത്തുമ്പോൾ ആഘോഷിക്കാൻ വേണ്ടി നിക്കോ വെച്ചിരുന്ന ഒരു സ്നിക്കേഴ്സ് ബാർ എടുത്ത് നിക്കോ മിയയ്ക്ക് നൽകുന്നു. അതേസമയം അവരുടെ കൂടെ ഉണ്ടായിരുന്ന അഭയാർത്ഥി കണ്ടെയ്നറിൽ ഡ്രില്ല് ഉപയോഗിച്ച് ഒരു ദ്വാരം ഉണ്ടാക്കുന്നു. അതോടെ അതിലേക്ക് വെളിച്ചം വരുന്നു. കൂടെയുള്ള മറ്റുള്ളവരുടെ കുട്ടികളെ മിയ കാണുന്നു. അവരെ കണ്ടപ്പോൾ തന്റെ കുട്ടിയെ രക്ഷിക്കാൻ സാധിക്കാതെ പോയതിനാൽ അവൾക്ക് ഒരുപാട് സങ്കടമാകുന്നു. നമ്മുടെ കുട്ടിയെ മിലിറ്ററി പിടിച്ചുകൊണ്ടുപോയതാണെന്ന് നിക്കോ അവളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ മരിച്ചിട്ടുണ്ടാകും. കുറച്ച് മണിക്കൂറുകൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂടുതൽ അഭയാർത്ഥികളെ കയറ്റുവാനായി ട്രക്ക് നിർത്തുന്നു. വാതിൽ തുറന്നതും അഭയാർത്ഥികൾ കണ്ടെയ്നറിലേക്ക് ഇടിച്ചു കയറുന്നു. അതോടെ അതിൽ കൊള്ളാവുന്നതിലും കൂടുതൽ ആളുകൾ അതിൽ നിറയുന്നു. ഇതോടെ ഇതിലുള്ള ആളുകളെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് ആ ഏജന്റ് പറയുന്നു. അതായത് സ്ത്രീകളെയും കുട്ടികളെയും നിലവിലെ കണ്ടെയ്നറിലും പുരുഷന്മാരെ മറ്റൊരു കണ്ടെയ്നറിലേക്കും അയാൾ മാറ്റുന്നു. അതുകൊണ്ട് തന്നെ നിക്കോയെ അവർ കണ്ടെയ്നറിന് പുറത്തേക്ക് വലിച്ചിറക്കുന്നു. ഞാൻ ഈ കണ്ടെയ്നറിൽ ഭാര്യയോടൊപ്പം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ അത് അവഗണിക്കുകയും നിക്കോയെ അടുത്ത കണ്ടെയ്നറിലേക്ക് മാറ്റുകയും കണ്ടെയ്നറിന്റെ വാതിലടക്കുകയും ചെയ്യുന്നു. കണ്ടെയ്നറിനുള്ളിലെ ദ്വാരത്തിലൂടെ നിക്കോയെ മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്നത് മിയ കാണുന്നുണ്ട്. ശേഷം അവൾ ഫോൺ വഴി നിക്കോയെ കോൺടാക്ട് ചെയ്യുന്നു. ട്രക്കുകൾ ഒരേ ദിശയിലേക്കാണ് പോകുന്നതെന്നും അതുകൊണ്ട് നീ വിഷമിക്കേണ്ട, സമാധാനമായിരിക്കാൻ നിക്കോ മിയയോട് പറയുന്നു. ഇപ്പോൾ ആകെയുള്ള ഫോണിന്റെ ബാറ്ററി സേവ് ചെയ്യണം. കൂടാതെ അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കണം. ട്രക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്നറിലെ ഒരു ദ്വാരത്തിലൂടെ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അവൾ വീക്ഷിച്ചു. എല്ലായിടവും അക്രമം നടക്കുന്നു. കലാപകാരികൾ പോലീസിനെ ആക്രമിക്കുകയും പോലീസുകാർ അവരെ നിഷ്കരണം കൊല്ലുകയും ചെയ്യുന്നു. കൂടാതെ സ്ത്രീകളെ ജയിൽ പോലെ തോന്നിക്കുന്ന വാഹനങ്ങളിൽ മാടുകളെ കയറ്റുന്നത് പോലെ കുത്തി നിറയ്ക്കുകയാണ്. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ട്രക്ക് ഒരു മിലിറ്ററി ചെക്ക് പോയിന്റിലേക്ക് എത്തുന്നു. അതോടെ സ്ത്രീകളെല്ലാം കണ്ടെയ്നറിലെ ഒരു രഹസ്യ ഭാഗത്ത് ഒളിക്കുന്നു. ഡ്രൈവർ സൈനികന് കാർഗോ ട്രാൻസ്പോർട്ടിന്റെ പേപ്പറുകളെല്ലാം നൽകുന്നുണ്ട്. പക്ഷെ എങ്കിലും സംശയം തോന്നിയ സൈനികൻ കണ്ടെയ്നർ തുറന്ന് പരിശോധിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ അവിടെ ചില ബോക്സുകൾ മാത്രമാണ് കാണാൻ സാധിച്ചത്. കാരണം അഭയാർത്ഥികളെല്ലാം കണ്ടെയ്നറിനുള്ളിലെ രഹസ്യ അറയിൽ ഒളിച്ചിരിക്കുകയാണല്ലോ. എന്നാൽ മിലിറ്ററി ഉദ്യോഗസ്ഥൻ അയാളുടെ കൂട്ടാളിയെ കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് കയറ്റിയ ശേഷം അതിന്റെ അറ്റത്ത് ചെന്ന് വശങ്ങളിലുള്ള ഭിത്തിയുടെ പുറത്തേക്ക് വെടിവെക്കാൻ പറയുന്നു. പുറത്തു നിന്ന ഉദ്യോഗസ്ഥൻ വെടിയുണ്ട പുറത്തേക്ക് വന്ന ദ്വാരം ശ്രദ്ധിക്കുകയും കണ്ടെയ്നറിന്റെ നീള വ്യത്യാസം മനസ്സിലാക്കുകയും ചെയ്തു. അതോടെ അതിൽ രഹസ്യ അറയുണ്ടെന്നും ആളുകൾ അതിലുണ്ടെന്നും അയാൾ മനസ്സിലാക്കി. അയാൾ കണ്ടെയ്നറിനുള്ളിൽ സൈനികരുമായി ചെന്ന് അവരോട് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. പേടിച്ചിരണ്ട മിയ അവിടെയുള്ള ഒരു വലിയ ബോക്സിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നു. അപ്പോഴേക്കും താഴെയുള്ള സ്ത്രീകളിൽ ഒരാൾ രഹസ്യ അറയുടെ വാതിൽ തുറക്കുന്നു. പക്ഷെ ആ മിലിറ്ററി ഉദ്യോഗസ്ഥൻ അപ്പോൾ തന്നെ ആ സ്ത്രീയെ വെടിവെച്ചു കൊല്ലുന്നു. ശേഷം മറ്റ് സൈനികർ അവിടെയുള്ള എല്ലാവരെയും വെടിവെച്ചു കൊല്ലുന്നു. ഉള്ളിൽ മുഴുവൻ ചോരക്കളമായി മാറി. മിയയുടെ ശരീരം മുഴുവൻ കൊല്ലപ്പെട്ടവരുടെ രക്തം തെറിച്ചു വീഴുന്നു. അവസാനം വാതിൽ തുറന്നപ്പോൾ ബാക്കിയുണ്ടായിരുന്നത് ഒരു നായയും ഒരു കൊച്ചുകുട്ടിയുമായിരുന്നു. പക്ഷെ അതിക്രൂരന്മാരായിരുന്ന അവർ ആ കുട്ടിയെയും വെടിവെച്ചു കൊല്ലുന്നു. സൈനികർ പോയി കഴിഞ്ഞപ്പോൾ മിയ കരയുകയും എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ ഭർത്താവ് നിക്കോയ്ക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ട്രക്ക് ഒരു ഹാർബറിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് കണ്ടെയ്നർ ഒരു കപ്പലിലേക്ക് മാറ്റുന്നു. ശേഷം മിയ നിക്കോയെ ഫോൺ വിളിക്കുന്നു. പക്ഷെ നിക്കോ ഫോൺ എടുത്തില്ല. അതുകൊണ്ട് തന്നെ താൻ സഞ്ചരിച്ച കണ്ടെയ്നർ കപ്പലിൽ കയറ്റിയെന്ന് മിയ നിക്കോയ്ക്ക് മെസ്സേജ് അയക്കുന്നു. അവൾ തന്റെ ബാഗിലുള്ള
സാധനങ്ങളെല്ലാം നോക്കുന്നു. ഉറങ്ങുന്നതിന് മുൻപ് തന്റെ കയ്യിലുള്ള ലൈറ്റ് ഓൺ ആക്കുന്നു. ഉറങ്ങി വീണ അവൾ കണ്ടെയ്നർ കിടന്ന് കുലുങ്ങുന്നത് കൊണ്ട് എണീക്കുന്നു. ബുള്ളറ്റ് മൂലം ഉണ്ടായ ദ്വാരങ്ങളിലൂടെ നോക്കി അവൾ കപ്പലിലെ ജീവനക്കാരെല്ലാം ഓടുന്നത് കാണുന്നു. കാരണം കപ്പൽ വലിയൊരു കൊടുങ്കാറ്റിൽ പെട്ടിരിക്കുകയാണ്. അതുമൂലമുണ്ടായ ശക്തമായ തിരമാലകളിൽപ്പെട്ട് കപ്പൽ ആടി ഉലയുകയാണ്. അത് കണ്ട് ഭയന്ന മിയ സഹായത്തിനായി ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. കപ്പൽ ആടി ഉലയുന്നത് കൊണ്ട് തന്നെ മിയ താഴെ വീഴുകയും വശങ്ങളിൽ പോയി ഇടിക്കുകയും ചെയ്തു. അതോടെ തലയ്ക്കും ശരീരത്തിനും പരിക്കേൽക്കുന്നു. പെട്ടെന്ന് ശക്തമായ ഒരു തിരമാല വന്ന് കപ്പലിലിടിച്ചതും മിയ കണ്ടെയ്നറിൽ തലയിടിച്ച് വീണ് ബോധം കെടുന്നു. മിയ ഉണ്ടായിരുന്ന കണ്ടെയ്നറും മറ്റു ചില കണ്ടെയ്നറുകളും കപ്പലിൽ നിന്നും കടലിലേക്ക് വീഴുകയും ചെയ്യുന്നു. കുറച്ചു സമയത്തിന് ശേഷം ബോധമുണർന്ന മിയ കണ്ടെയ്നറിലെ ദ്വാരത്തിലൂടെ വെള്ളമകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് കാണുന്നു. ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കപ്പൽ കാണാനില്ല. പക്ഷെ കുറെ കണ്ടെയ്നറുകൾ കടലിന് നടുവിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കാണുന്നു. അവൾ ആകെ ഭയന്ന് നിക്കോയെ ഫോണിൽ വിളിക്കുന്നു. പക്ഷെ ഫോൺ തകർന്നിരിക്കുന്നതിനാൽ വർക്ക് ചെയ്യുന്നില്ല. അവൾ മറ്റൊരു ഫോൺ ബാഗിൽ കൊണ്ടുവന്നിരുന്നു. ആ ഫോൺ മിയ തുറക്കുന്നു. പക്ഷെ പാസ്വേഡ് മറന്നുപോയതിനാൽ ഫോൺ ഓപ്പൺ ചെയ്യാൻ കഴിയാതെ വരുന്നു. തന്റെ വയറിൽ നോക്കി കുട്ടി സുരക്ഷിതയാണെന്ന് നോക്കിയ മിയ കണ്ടെയ്നറിനുള്ളിലേക്ക് കൂടുതൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. ഉപയോഗപ്രദമായ എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടി അവൾ കണ്ടെയ്നറിനുള്ളിലെ പെട്ടികൾ തുറക്കുന്നു. എന്നാൽ അതിനുള്ളിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നർ, ഇയർബഡ്സ്, ടെലിവിഷൻ, ആൽക്കഹോൾ എന്നിവയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിൽ ഒരു ഓവർകോട്ട് കണ്ടെത്തിയ മിയ അത് ധരിക്കുന്നു. വെള്ളത്തിൽ നിന്നും ഒരു ഇൻസുലേഷൻ ടേപ്പ്, ഒരു കത്തി എന്നിവ അവൾ കണ്ടെത്തുന്നു. ദ്വാരങ്ങളിലെല്ലാം ടേപ്പ് ഒട്ടിച്ച മിയ അവളുടെ ഡയറി കണ്ടെത്തുന്നു. അതിലുണ്ടായിരുന്ന അവളുടെ കുടുംബ ഫോട്ടോയും മറ്റും അവൾക്ക് അല്പം ആശ്വാസം നൽകി. പെട്ടെന്ന് പുറത്ത് ഒരു അലർച്ച കേട്ട് അവൾ ദ്വാരത്തിലൂടെ നോക്കുമ്പോഴേക്ക് മിയയുടെ കണ്ടെയ്നർ പോലെ ആളുകളുണ്ടായിരുന്ന ഒരു കണ്ടെയ്നർ പതുക്കെ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകുന്നത് അവൾ കാണുന്നു. അതിലുണ്ടായിരുന്ന ആളുകൾ ഭയത്താൽ അലറി വിളിക്കുന്ന ശബ്ദമാണ് മിയ കേട്ടത്. നിക്കോ അതിലുണ്ടായിരുന്നോ എന്ന ഭയത്താൽ മിയ നിക്കോ നിക്കോ എന്ന് അലറി വിളിക്കുന്നുണ്ട്. ശേഷം സിം കാർഡ് വർക്ക് ചെയ്യുന്ന പുതിയ ഫോണിലിടുന്നു. ശേഷം അവൾ നിക്കോയെ ഫോൺ വിളിക്കുന്നു. എന്നാൽ നിക്കോ ഫോൺ എടുത്തില്ല. മാത്രമല്ല ആ കണ്ടെയ്നർ കടലിലേക്ക് പൂർണ്ണമായി താഴ്ന്നു പോകുന്നത് അവൾ കാണുന്നു. അതോടെ അവൾ ആകെ തകർന്നു പോകുന്നു. അടുത്ത മണിക്കൂറുകളിൽ അവൾ നിക്കോയെ തുടരെ ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രതികരണവും നിക്കോയിൽ നിന്ന് ലഭിച്ചില്ല. രാത്രി ആയപ്പോഴേക്കും അവൾ കയ്യിലുള്ള കത്തി പുറത്തെടുക്കുന്നു. ആകെ തകർന്നിരുന്ന അവൾ എല്ലാം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആ കത്തി ഉപയോഗിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ പോയതും പെട്ടെന്ന് തന്റെ വയറ്റിൽ കുഞ്ഞ് അനക്കമുണ്ടാക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഒടുവിൽ ആ കുഞ്ഞിന് വേണ്ടി ജീവിക്കാൻ അവൾ തീരുമാനിക്കുന്നു. കണ്ടെയ്നറിനുള്ളിലെ പെട്ടികൾ തമ്മിലിടിക്കുന്ന ശബ്ദവും മറ്റും അവളെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നുവെങ്കിലും തളർച്ചയിൽ അവൾ ഉറങ്ങിപ്പോകുന്നു. കുറച്ചു സമയത്തിന് ശേഷം കണ്ടെയ്നറിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു തടിപ്പെട്ടി ഇളകുന്ന ശബ്ദം മിയ കേൾക്കുന്നു. അത് കേട്ട് ഭയന്ന മിയ അവിടെ നിന്ന് ഓടി മാറുമ്പോഴേക്ക് ആ പെട്ടി താഴെ വീണ് തകരുകയും അതിൽ നിന്നും കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. പെട്ടി ശക്തിയിൽ വന്നിടിച്ച ആഘാതത്തിൽ കണ്ടെയ്നറിലേക്ക് കയറിക്കൊണ്ടിരുന്ന വെള്ളത്തിന് ശക്തി കൂടുകയും വെള്ളം പെട്ടെന്ന് വന്ന് അതിൽ നിറയാനും തുടങ്ങി. ഒടുവിൽ മിയ വെള്ളത്തിനടിയിലേക്ക് പോവുകയും ഭയന്ന് അലറി വിളിക്കുകയും ചെയ്യുകയാണ്. പെട്ടെന്ന് മിയ ഞെട്ടി ഉണരുന്നു. അതായത് മിയ സ്വപ്നം കണ്ടതായിരുന്നു. അവൾ ചുറ്റുപാടും നോക്കിയപ്പോൾ ദ്വാരങ്ങളിൽ അവൾ ഒട്ടിച്ചിരുന്ന ടേപ്പുകൾ അടർന്നു പോവുകയും കൂടുതൽ വെള്ളം അകത്തേക്ക് കയറുന്നതായും അവൾ മനസ്സിലാക്കി. താഴെയുണ്ടായിരുന്ന ഒരു പെട്ടി തൂങ്ങിക്കിടക്കുന്ന മറ്റൊരു പെട്ടിയുടെ അടിയിലേക്ക് തള്ളി നീക്കിയ ശേഷം തൂങ്ങിക്കിടക്കുന്ന പെട്ടിയുടെ റോപ്പ് അവൾ കത്തി ഉപയോഗിച്ച് മുറിക്കുന്നു. അതോടെ ആ പെട്ടി താഴെ ഇരിക്കുന്ന പെട്ടിയുടെ മുകളിലേക്ക് വന്ന് വീഴുന്നു. പക്ഷെ അതിലും മുഴുവൻ പ്ലാസ്റ്റിക് പാത്രങ്ങളായിരുന്നു. അവൾക്ക് ആകെ നിരാശയാകുന്നു. പക്ഷെ അവൾക്കൊരു ഐഡിയ തോന്നി. ലിഡുകളിൽ ഉണ്ടായിരുന്ന റബ്ബറുകൾ അവൾ മുറിച്ചെടുക്കുന്നു. അതുപയോഗിച്ച് അടിയിലുണ്ടായിരുന്ന ദ്വാരങ്ങൾ അടയ്ക്കുന്നു. ശേഷം അവിടെ ഉണ്ടായിരുന്ന മെഷീനിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് ഹോസ് അഴിച്ചെടുക്കുന്നു. ശേഷം അത് കണ്ടെയ്നറിലെ ദ്വാരത്തിലൂടെ വെള്ളം കളയാനായി പുറത്തേക്ക് ഇടുന്നു. പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിച്ച് വെള്ളം കോരി പ്ലാസ്റ്റിക് ഹോസ് വഴി പുറത്തേക്ക് ഒഴുക്കുന്നു. ശേഷം 2 പെട്ടികൾ കണ്ടെയ്നറിന്റെ ഭിത്തിയുടെ അരികിലേക്ക് നീക്കി വെക്കുന്നു. അതിനു മുകളിൽ ഉറങ്ങാൻ വേണ്ടിയാണ് അവൾ ആ പെട്ടികൾ നീക്കിയത്. വെള്ളത്തിന്റെ ലെവലുകൾ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുന്നു. ശേഷം അതിൽ ദിവസം എഴുതി വെക്കുന്നു. അതുവഴി ഓരോ ലെവലിലും വെള്ളം എത്താൻ എത്ര ദിവസം എടുക്കുന്നു എന്ന് മനസ്സിലാക്കാൻ മിയയ്ക്ക് സാധിക്കും. അവൾ വീണ്ടും ഫോൺ വഴി നിക്കോയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇയർബഡുകളിൽ നിന്ന് ലഭിച്ച വയർ ഉപയോഗിച്ച് തന്റെ ഡയറിയിലെ ഫോട്ടോസ് അവൾ തൂക്കിയിടുന്നു. ഫോട്ടോകൾ വെള്ളത്തിൽ വീണു പോയതിനാൽ ഉണങ്ങാൻ അത് സഹായിക്കും. ശേഷം കണ്ടെയ്നറിലുള്ള വെള്ളക്കുപ്പികളും ഭക്ഷണവും അവൾ പരിശോധിക്കുന്നു. ശേഷം അത് എത്രത്തോളം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നു. കാരണം രക്ഷപ്പെടുന്നത് വരെ അവൾക്ക് ജീവൻ നിലനിർത്തിയേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഉള്ള ഭക്ഷണം ക്രമീകരിച്ച് കഴിക്കണം, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കും. കൂടാതെ മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ലഭിച്ച ഡ്രില്ലറും ലൈറ്ററും പ്രവർത്തിക്കുന്നുണ്ട്. പെട്ടെന്ന് അപരിചിതമായ നമ്പറിൽ നിന്നും ഒരു കോൾ അവൾക്ക് വരുന്നു. ഈ ആ കോൾ എടുക്കുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, അവളുടെ ഭർത്താവ് നിക്കോ തന്നെയായിരുന്നു. അത് നിക്കോയുടെ ഫോണിന്റെ ബാറ്ററി തീർന്നതിനാലാണ് നിക്കോയ്ക്ക് തിരിച്ചു വിളിക്കാൻ സാധിക്കാതെ പോയത്. അവരുടെ കണ്ടെയ്നർ ഡ്രൈവർ അവരെ ചതിച്ചുവെന്നും ഹാർബറിലേക്ക് എത്തിക്കേണ്ടതിന് പകരം അവരെ സിറ്റിയുടെ മറ്റൊരു ഭാഗത്ത് ഇറക്കി വിടുകയാണ് ഉണ്ടായതെന്ന് നിക്കോ വിശദീകരിക്കുന്നു. മിയ തനിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ നിക്കോയോട് വിശദീകരിക്കുന്നു. മിയയെ രക്ഷിക്കാൻ വരുമെന്ന് നിക്കോ ഉറപ്പ് കൊടുക്കുന്നു. പക്ഷെ ഇപ്പോൾ അവൾക്ക് ഫോണിന്റെ ബാറ്ററി സേവ് ചെയ്യണം. കൂടാതെ മകൾക്ക് വേണ്ടി ജീവൻ നിലനിർത്തുകയും വേണം. പെട്ടെന്ന് അവളുടെ വയറ്റിൽ അവൾക്ക് കൺട്രാക്ഷൻ അഥവാ പ്രസവ വേദന അനുഭവപ്പെടുകയും കുട്ടിയോട് അല്പം കൂടി വെയിറ്റ് ചെയ്യൂ, അച്ഛൻ ഉടനെ വരും, അതുവരെ നീ പിടിച്ചു നിൽക്കൂ എന്ന് പറയുകയും ചെയ്യുന്നു. അവൾ തന്റെ സാൻഡ്വിച്ചിന്റെ ഒരു ഭാഗം കഴിക്കുന്നു. ക്ഷീണം അവളെ പിടിമുറുക്കുന്നുണ്ട്. ഒരു സഹായത്തിനും ആരുമില്ല. തളർന്ന കണ്ണുകളോടെ കണ്ടെയ്നറിലെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കുന്ന
നോക്കുമ്പോഴേക്ക് വലിയ കൊടുങ്കാറ്റ് വരുന്നത് അവൾ കാണുന്നു. അപ്പോഴേക്കും വയറ്റിൽ വീണ്ടും അവൾക്ക് വേദന അനുഭവപ്പെടുന്നു. എന്നാൽ അത് അവൾ കാര്യമാക്കിയില്ല. പക്ഷെ അവൾ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു. അങ്ങോട്ടേക്ക് വന്ന കൊടുങ്കാറ്റ് അവളുടെ കണ്ടെയ്നറിനെ ആടി ഉലയ്ക്കുകയും അതേസമയം അവളുടെ കുട്ടി പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയുമാണ്. വേദന കൊണ്ട് മിയ നിലവിളിക്കാൻ തുടങ്ങി. ശക്തമായ തിരമാലകളാൽ വെള്ളം ഉള്ളിലേക്ക് ഇടിച്ചു കയറുകയാണ്. മാത്രമല്ല അവളുടെ ഫോണും ബെല്ലടിക്കുന്നു. ഫോൺ എടുക്കാൻ ശ്രമിച്ചതും അത് കയ്യിൽ നിന്നും തെന്നി വെള്ളത്തിലേക്ക് വീഴുന്നു. മിയ തന്റെ വസ്ത്രങ്ങൾ ഊരിയെടുത്ത് തടിപ്പെട്ടിയുടെ മുകളിലേക്ക് വെക്കുന്നു. ശേഷം വെള്ളത്തിൽ തന്റെ കുട്ടിക്ക് ജന്മം നൽകുന്നു. പൊക്കിൽ കൂടി കുട്ടിയുടെ കഴുത്തിൽ ചുറ്റിയിരുന്നു. മിയ വേഗത്തിൽ അതെടുത്ത് മാറ്റുകയും ശേഷം പതുക്കെ കുട്ടിയുടെ പുറകിൽ തട്ടുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ കുട്ടി കരയുന്നു. ശേഷം കുട്ടിയുമായി കൊടുങ്കാറ്റ് പോകുന്നതുവരെ തടിപ്പെട്ടിയുടെ മുകളിൽ കയറി ഇരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ പ്ലാസന്റയുടെ ഭാഗങ്ങൾ അവളുടെ ഉള്ളിൽ നിന്നും പുറത്തു വന്നു. മിയ അതെടുത്ത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുന്നു. കുട്ടിയെ ഒരു പെട്ടിയിൽ കിടത്തിയ ശേഷം അവളെ കൊണ്ട് ആവും വിധം അവിടെ വൃത്തിയാക്കുന്നു. ശേഷം ക്യാനിലുണ്ടായിരുന്ന ഭക്ഷണം എടുത്ത് അല്പം കഴിക്കുന്നു. ഫോൺ ആണെങ്കിൽ വെള്ളം വീണ് കേടായതുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും കുട്ടി ഉറക്കെ കരയുകയും മിയ കുട്ടിക്ക് പാല് കൊടുക്കുകയും ചെയ്യുന്നു. തിരയിൽപ്പെട്ട് ആടി ഉലയുമ്പോൾ ആ മെറ്റൽ കണ്ടെയ്നറിന്റെ ശബ്ദം കേട്ട് മിയയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നു. മിയ ഡ്രില്ല് ഉപയോഗിച്ച് ആ കണ്ടെയ്നറിന്റെ സീലിംഗ് തുരക്കാൻ തുടങ്ങി. ഒരു ചതുര കഷ്ണത്തിലുള്ള ഭാഗം തുരന്നു മാറ്റി അതിലൂടെ പുറത്തേക്ക് വരാനാണ് അവൾ ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും അവളുടെ കുട്ടി വളരെ ഉച്ചത്തിൽ കരയുന്നു. മിയ കുട്ടിയെ തോളിൽ കിടത്തിയും പാട്ടുപാടിയും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും കുട്ടി കരച്ചിൽ നിർത്തിയില്ല. ആകെ ക്ഷീണിച്ച് അവശതയിലായിരുന്ന മിയ പെട്ടെന്ന് ആ പാവം കുട്ടിയോട് ദേഷ്യപ്പെടുന്നു. അല്പസമയത്തിനുള്ളിൽ തന്റെ തെറ്റ് മനസ്സിലാക്കിയ മിയ കുഞ്ഞിനോട് മാപ്പ് പറയുന്നു. അല്പസമയത്തിന് ശേഷം മിയ കുട്ടിക്ക് പാല് കൊടുക്കുന്നു. ആകെ തളർന്ന മിയ അവിടെയുള്ള ഭക്ഷണമെല്ലാം എടുത്ത് കഴിക്കുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മിയ തന്റെ സീലിംഗ് ഡ്രിൽ ചെയ്യുന്ന പണി വീണ്ടും ആരംഭിക്കുന്നു. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ദ്വാരം മുറിച്ച് തീരുന്നതിന് മുന്നേ ഡ്രില്ലറിന്റെ ബാറ്ററി തീരുന്നു. മിയ ആകെ വിഷമത്തിലാകുന്നു. അവൾ സിം കാർഡ് പൊട്ടിയ സ്മാർട്ട് ഫോണിലേക്ക് വീണ്ടും ഇടുന്നു. പക്ഷെ അവൾക്ക് ഫോൺ തുറക്കാനായില്ല. ദേഷ്യവും നിരാശയും കൂടി വന്നപ്പോൾ അവിടെ കണ്ണിൽ കണ്ട സാധനങ്ങളെല്ലാം മിയ എടുത്ത് വലിച്ചെറിയുന്നു. അപ്പോഴേക്കും അവിടെ ഒരു ചെറിയ കത്തി അവൾ കണ്ടെത്തുന്നു. അതുപയോഗിച്ച് സീലിംഗ് മുറിക്കുന്ന ജോലി അവൾ വീണ്ടും ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ തളർച്ച പിടിമുറുക്കി അവൾക്ക് ഒന്നും ചെയ്യാനായില്ല. അവളുടെ കൈയൊക്കെ വേദനിക്കുന്നുണ്ട്. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. അവൾക്ക് തന്റെ കുട്ടിയെ നോക്കാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞില്ല. ചൂട് കുറയ്ക്കാൻ വേണ്ടി ഇടയ്ക്ക് നനഞ്ഞ തുണി കൊണ്ട് മിയ കുട്ടിയുടെ ദേഹം തുടയ്ക്കുന്നുണ്ട്. അവൾ ഉറങ്ങാൻ കിടന്നെങ്കിലും ഉറങ്ങാൻ സാധിച്ചില്ല. കാരണം ഭക്ഷണം വളരെ കുറവായിരുന്നത് കൊണ്ട് തന്നെ അവളുടെ വയർ അസ്വസ്ഥമായിരുന്നു. ഒടുവിൽ ഒട്ടും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവളുടെ തന്നെ പ്ലാസന്റ അവൾ ഭക്ഷിക്കുന്നു. അപ്പോഴേക്കും തിമിംഗലങ്ങളുടെ ശബ്ദം അവൾ പുറത്ത് കേൾക്കുന്നു. അവൾ പുറത്തേക്ക് നോക്കിയതും ഒരു തിമിംഗലം ആ കണ്ടെയ്നറിൽ വന്നിടിക്കുന്നു. അതോടെ കണ്ടെയ്നർ ശക്തമായി കുലുങ്ങി. ആ ശബ്ദവും ബഹളവും കേട്ട് കുഞ്ഞുറക്കത്തിൽ നിന്ന് ഉണരുകയും ഉച്ചത്തിൽ കരയുകയും ചെയ്തു. ദേഷ്യവും സങ്കടവും വന്ന മിയ കണ്ടെയ്നറിന്റെ ഭിത്തിയിൽ ശക്തമായി ഇടിക്കുന്നു. ആ ശബ്ദം കേട്ട് തിമിംഗലം അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് മുകളിലെ സീലിംഗ് മുറിക്കാൻ തുടങ്ങി. പക്ഷെ ആ കത്തി ഒടിഞ്ഞു പോകുന്നു. ഫോൺ ആണെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നേയില്ല. മിയ തന്റെ കയ്യിലുള്ള അവസാന കുപ്പി വെള്ളവും കുടിക്കുന്നു. ശക്തിയായ ചൂട് മൂലം ആകെ ക്ഷീണം അനുഭവപ്പെട്ട മിയ കുറച്ച് കടൽ വെള്ളം എടുത്ത് തന്റെ തലയിലൂടെ ഒഴിക്കുന്നു. ദാഹം മിയയെ പിടിമുറുക്കി. കുടിവെള്ളം തീർന്നതിനാൽ വേറെ നിവൃത്തിയില്ലാതെ സീലിംഗിന്റെ മുകളിൽ നിന്നും ഇറ്റ് വീഴുന്ന വെള്ളം അവൾ കുടിക്കുന്നു. പക്ഷെ കുറച്ചു സമയത്തിന് ശേഷം അവൾക്ക് വയ്യാതാകുന്നു. തലകറക്കവും ക്ഷീണവും കൂടി കൂടി വന്നു. അപ്പോഴേക്കും ഒരു പേപ്പർ വിമാനം അവളുടെ കാലിൽ വന്ന് വീഴുന്നത് മിയ കാണുന്നു. ആ നിമിഷം അവളുടെ ആദ്യ മകൾ അവളുടെ മുന്നിൽ വരുന്നു. പട്ടാളക്കാർക്ക് കൊല്ലാൻ തന്നെ വിട്ടുകൊടുത്തത് നിങ്ങളാണെന്ന് ആ മകൾ മിയയോട് പറയുന്നു. മിയ അത് കേട്ട് ഒരുപാട് സങ്കടപ്പെടുന്നു. പക്ഷെ അപ്പോഴേക്കും മിയയുടെ അരികിലേക്ക് നിക്കോ എത്തുകയും അത് നിന്റെ തെറ്റല്ലെന്നും അവളോട് പറയുന്നു. പെട്ടെന്ന് മിയ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നു. അവളുടെ ക്ഷീണമൊക്കെ അല്പം മാറി. മുകളിലെ സീലിംഗിന്റെ ദ്വാരത്തിലൂടെ മഴവെള്ളം അകത്തേക്ക് വീണുകൊണ്ടിരുന്നു. മിയ കുറച്ച് വെള്ളം കുടിക്കുകയും ബാക്കി പ്ലാസ്റ്റിക് കണ്ടെയ്നറിനുള്ളിൽ ശേഖരിക്കുകയും ചെയ്തു. താഴെ കിടക്കുന്ന ഒരു മെറ്റൽ ക്യാൻ മിയ എടുക്കുന്നു. അതിന്റെ ലിഡ് തുറന്നു വന്നത് കണ്ടപ്പോൾ അവൾക്കൊരു ഐഡിയ തോന്നുന്നു. തടിപ്പെട്ടിയിലുണ്ടായിരുന്ന റോപ്പ് എടുത്ത് സീലിംഗിൽ അവളുണ്ടാക്കിയ ദ്വാരത്തിലൂടെ കയറ്റുന്നു. ശേഷം ആ ഭാഗം താഴേക്ക് ശക്തിയായി വലിക്കുന്നു. ഒടുവിൽ ആ ഇരുമ്പ് കഷ്ണം താഴേക്ക് വളയുകയും അതിലൂടെ സൂര്യപ്രകാശം കണ്ടെയ്നറിനുള്ളിലേക്ക് കടന്നു വരികയും ചെയ്തു. മിയ തടിപ്പെട്ടിയുടെ മുകളിലേക്ക് കയറി ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കുന്നു. എങ്ങും കര കാണുന്നില്ല. നോക്കെത്താ ദൂരത്തോളം കടലാണ്. മിയയും കുഞ്ഞും ആ ദ്വാരത്തിലൂടെ കണ്ടെയ്നറിന് പുറത്തേക്ക് വന്നു. ശേഷം അതിനു മുകളിൽ കിടന്നുറങ്ങുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് മിയ നല്ലതുപോലെ വായു ശ്വസിക്കുന്നത്. കുട്ടിയെ ചുറ്റിയിരുന്ന അഴുക്കായ തുണി മിയ മാറ്റുന്നു. കടലിലേക്ക് എറിഞ്ഞ ആ തുണി വെള്ളത്തിൽ വന്ന് വീണതും ഒരുപാട് മീനുകൾ ആ തുണിയുടെ അടുത്തേക്ക് വന്നു. ഇത് കണ്ട മിയയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നു. കണ്ടെയ്നറിൽ നിന്നും ഒരു റോപ്പും അതിന്റെ അറ്റത്ത് ഒരു മെറ്റൽ പീസും കണക്ട് ചെയ്ത് മിയ മീനുകളെ ലക്ഷ്യമാക്കി എറിയുന്നു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഒരു മീനിനെ പോലും അവൾക്ക് ലഭിച്ചില്ല. ഒടുവിൽ മിയ മടുക്കുന്നു. അതേസമയം മുകളിലൂടെ ഒരു വിമാനം പറന്നു പോകുന്നത് കണ്ട മിയ വേഗത്തിൽ കണ്ടെയ്നറിനുള്ളിലേക്ക് പോകുന്നു. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ടെലിവിഷൻ സ്ക്രീനിന്റെ ഭാഗം പൊട്ടിച്ചെടുക്കുന്നു. തിരികെ ആ കഷ്ണവുമായി മുകളിലേക്ക് കയറുന്നു. എന്നാൽ ധൃതിയിൽ കയറിയതിനാൽ മെറ്റലിന്റെ അഗ്രഭാഗത്ത് കൊണ്ട് മിയയുടെ കാൽ വലിയ രീതിയിൽ മുറിയുന്നു. വേദന കൊണ്ട് അവൾ അലറിക്കരയുന്നു. എങ്കിലും വേദന കടിച്ചു പിടിച്ചുകൊണ്ട് ആ സ്ക്രീനിന്റെ കഷ്ണം ഉപയോഗിച്ച് വിമാനത്തിന് നേരെ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നു. പക്ഷേ വിമാനത്തിലുള്ളവർ അത് ശ്രദ്ധിച്ചില്ല. വിമാനം കടന്നു പോവുകയും ചെയ്തു. നിരാശയിലായ മിയ തിരികെ കണ്ടെയ്നറിനുള്ളിൽ എത്തുകയും വയർ
വയറുകളും മെറ്റൽ പീസുകളും ഉപയോഗിച്ച് അവൾക്ക് പറ്റിയ മുറിവ് തുന്നിക്കെട്ടുകയും ചെയ്യുന്നു. വലിയ വേദനയുണ്ടെങ്കിലും ഒരു വിധത്തിൽ തുന്നിക്കെട്ടൽ പൂർത്തിയാക്കിയ മിയ മുറിവിന് മുകളിൽ ആൽക്കഹോൾ ഒഴിക്കുന്നു. അതിനുശേഷം ഒരുപാട് ഇയർബഡുകൾ പെട്ടിയുടെ മുകളിൽ കിടക്കുന്നത് അവൾ കാണുന്നു. ഇത് കണ്ട മിയയ്ക്ക് വീണ്ടും ഒരു ഐഡിയ തോന്നുന്നു. ആ ഇയർബഡുകളുടെ വയറുകൾ ഒരു വല പോലെ മിയ നെയ്തെടുക്കുന്നു. ആ പ്രവൃത്തി പൂർത്തിയായതും അഴുക്കു തുണിയോടൊപ്പം ആ വല മിയ വെള്ളത്തിലേക്ക് ഇടുന്നു. അങ്ങനെ ഒടുവിൽ അവൾക്ക് കുറച്ച് മീനിനെ കിട്ടുന്നു. വിശന്ന് വലഞ്ഞതുകൊണ്ട് തന്നെ അവൾ ആ മീനിനെ പച്ചയ്ക്ക് തിന്നുന്നു. വേറെ വഴിയില്ലല്ലോ. അടുത്ത ദിവസങ്ങളിലെല്ലാം പിടിച്ചു നിൽക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. അവൾ പൈപ്പുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറിലെ വെള്ളം പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരുന്നു. മാത്രമല്ല എല്ലാ ദിവസവും അവൾക്ക് ആ വല ഉപയോഗിച്ച് മീനും പിടിക്കാൻ സാധിച്ചു. കൂടുതലുള്ള മീനുകളെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനുള്ളിൽ വെള്ളം നിറച്ച് അതിലടച്ച് സൂക്ഷിച്ചു. കൂടാതെ ഡയറിയിൽ നിന്നും പേപ്പറുകൾ കീറി അതിൽ അവൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്ന അറിയിപ്പ് എഴുതി പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുന്നു. പിന്നീട് ആ കണ്ടെയ്നറുകൾ വെള്ളത്തിൽ ഒഴുക്കി വിടുന്നു. ആരെങ്കിലും അത് കണ്ട് രക്ഷിക്കാൻ വരുമെന്ന പ്രതീക്ഷയിലാണ് മിയ. ഒരു ദിവസം വൈകുന്നേരം തന്റെ ഫാമിലിയുടെ ഫോട്ടോകളെല്ലാം മിയ കുഞ്ഞിനെ കാണിക്കുന്നു. ശേഷം അവളുടെ ഗ്രാൻഡ് മദറിന്റെ പേരായ നോവ മകൾക്കിടാൻ തീരുമാനിക്കുന്നു. നിക്കോ ആഗ്രഹിച്ച പേരും അതുതന്നെയായിരുന്നു. മിയയുടെ ആദ്യ മകൾ, അതായത് കുഞ്ഞിന്റെ സഹോദരിയുടെ ചിത്രവും മിയ കുഞ്ഞിനെ കാണിക്കുന്നു. പട്ടാളക്കാർ ആ കുഞ്ഞിനെ കൊണ്ടുപോയതും ഇന്നും മിയ അതിന്റെ ഭാരം പേറുന്നതും അവൾ കുഞ്ഞിനോട് പറയുന്നു. അപ്പോഴേക്കും കുഞ്ഞാകെ തണുക്കുന്നത് മിയ ശ്രദ്ധിക്കുന്നു. കുഞ്ഞിന്റെ തണുപ്പകറ്റാൻ ആൽക്കഹോളും ലൈറ്ററും ഉപയോഗിച്ച് അവൾ തീയുണ്ടാക്കുന്നു. അത് കുഞ്ഞിന്റെ അടുത്ത് വെച്ച ശേഷം അവർ ഉറങ്ങാൻ കിടക്കുന്നു. അപ്പോഴാണ് കണ്ടെയ്നറിൽ എന്തോ വന്ന് ഇടിക്കുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. പുറത്ത് ചെന്ന് നോക്കിയപ്പോഴേക്കും അത് അവൾ ഒഴുക്കിവിട്ട ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആയിരുന്നു. പെട്ടെന്ന് മിയയുടെ ഫോൺ റിങ് ചെയ്യുന്നു. ഫോൺ എടുത്തപ്പോഴേക്കും അത് നിക്കോയായിരുന്നു. മിയയുടെ അടുത്തെത്തുവാനായി നിക്കോ ഒരു ബോട്ട് മോഷ്ടിച്ചുവെന്നും പക്ഷേ സൈനികർ അത് കണ്ടെത്തുകയും നിക്കോയെ ഷൂട്ട് ചെയ്തുവെന്നും മിയയോട് പറയുന്നു. വെടിയേറ്റ നിക്കോ ഇപ്പോൾ അവരുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കുകയാണ്. നിക്കോയുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഇനി അധികം സമയമില്ല എന്നും നിക്കോ മിയയോട് പറയുന്നു. മിയയോട് അവസാന യാത്ര പറയുവാനും എന്ത് സംഭവിച്ചാലും അവളും കുഞ്ഞും സേഫായി രക്ഷപ്പെടുമെന്നും മിയയെ കൊണ്ട് നിക്കോ സത്യം ചെയ്യിക്കുന്നു. നിക്കോ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മിയ ഇപ്പോൾ നിക്കോ ഇല്ലാതാകുകയാണ് എന്നുകൂടി അറിഞ്ഞതോടെ ആകെ തകർന്നു പോകുന്നു. മിയ കുഞ്ഞു നോവയുടെ അരികിലേക്ക് ഫോൺ വയ്ക്കുന്നു. നിക്കോ തന്റെ കുഞ്ഞിനോട് സംസാരിക്കുകയും അവരുടെ ചെറിയ ശബ്ദങ്ങളൊക്കെ അതുവഴി കേൾക്കാനും സാധിച്ചു. അവർ തമ്മിൽ പരസ്പരം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും മിയയുടെ ഫോണിന്റെ ബാറ്ററി തീരുന്നു. അപ്പോഴേക്കും കാറ്റടിച്ച് അവൾ അവിടെ കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് കെടുകയും തന്റെ അവസ്ഥയോർത്ത് മിയ അലറിക്കരയുകയും ചെയ്തു. അടുത്ത സീനിൽ കാണിക്കുന്നത് സ്നിക്കേഴ്സ് ചോക്ലേറ്റ് തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന മിയയെയാണ്. അവസാന ദിവസത്തേക്ക് അവൾ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ ചോക്ലേറ്റ്. അങ്ങനെ കണ്ടെയ്നറിൽ കുടുങ്ങി 26ാമത്തെ ദിവസം അവൾ അത് കഴിക്കാൻ പോവുകയാണ്. കണ്ടെയ്നർ മുഴുവനും വരകളും മറ്റുമുള്ള പേപ്പറുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. വെള്ളം വാട്ടർ ലിമിറ്റിന്റെ അടുത്തെത്താറായി. മിയ ഇപ്പോൾ കുഞ്ഞുമായി കണ്ടെയ്നറിന്റെ മുകളിലാണ് താമസിക്കുന്നത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അവൾ തടിപ്പെട്ടിയിലെ മരക്കഷ്ണങ്ങളും പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളും റോപ്പും ഉപയോഗിച്ച് ഒരു ചങ്ങാട ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് കണ്ടെയ്നറിന് മുകളിലേക്ക് ഒരു കടൽക്കാക്ക വന്നിരിക്കുന്നത് അവൾ കാണുന്നത്. അവൾ കടലിൽ നിന്നും പിടിച്ചിരുന്ന മീനുകളെ ഭക്ഷിക്കാനാണ് അത് വന്നത്. ഇത് കണ്ടതും മിയയ്ക്ക് കൂടുതൽ പ്രതീക്ഷ വന്നു. കാരണം കടൽക്കാക്ക ഇവിടെ വന്നെങ്കിൽ കര അധികം ദൂരെയല്ല. രാത്രിയിൽ ഒരു വിധത്തിൽ അവൾ വീണ്ടും തുണി കത്തിച്ച് അവിടെ വെളിച്ചമുണ്ടാക്കുന്നു. കൂടാതെ അവളുടെ ചങ്ങാടത്തിന്റെ പണിയും പൂർത്തിയാകുന്നു. പെട്ടെന്ന് കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിന്നും അവൾ ശബ്ദങ്ങൾ കേൾക്കുന്നു. അതുടനെ മുങ്ങും എന്നവൾക്ക് ഉറപ്പായി. കാരണം ഏകദേശം അതിനുള്ളിൽ വെള്ളം നിറയാറായി. മിയ തന്റെ ഫോട്ടോസ് എല്ലാം എടുക്കുവാനായി ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. അവൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇട്ടിരുന്ന സ്നിക്കേഴ്സ് ചോക്ലേറ്റ് ബാറും ദൂരെ അവൾ കാണുന്നു. റിസ്ക് ആണെങ്കിലും ആ ചോക്ലേറ്റ് എടുക്കുവാനായി അവൾ പോകുന്നു. അതേസമയം കണ്ടെയ്നർ ഏകദേശം മുങ്ങുകയും മുകളിൽ ചങ്ങാടത്തിലിരുന്ന കുഞ്ഞുമായി അത് ഒഴുകിപ്പോവുകയും ചെയ്തു. മിയയുടെ കാൽ താഴെയുണ്ടായിരുന്ന റോപ്പിൽ ഉടക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ട് മുകളിലേക്ക് പോകുവാൻ അവൾ കിണഞ്ഞു ശ്രമിച്ചു. ഒടുവിൽ ഒരു ഇരുമ്പ് കഷ്ണം ഉപയോഗിച്ച് കാലിലുടക്കിയിരുന്ന റോപ്പ് മുറിച്ച് കണ്ടെയ്നർ മുഴുവനായി മുങ്ങിപ്പോകുന്നതിന് മുന്നേ അവൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. എന്നാൽ മുകൾ പരപ്പിലെത്തിയ മിയയ്ക്ക് തന്റെ കുഞ്ഞു നോവയെ ഇരുട്ടുമൂലം കണ്ടെത്താനായില്ല. അവൾ ആകെ പരിഭ്രാന്തയായി. അപ്പോഴേക്കും അതിലെ ശ്വാസമെടുക്കുവാനായി ഒരു തിമിംഗലം മുകൾ പരപ്പിലേക്ക് വന്നതും അത് ചീറ്റിച്ച വെള്ളത്തുള്ളികൾ ശരീരത്തിലേക്ക് വീണ് നോവ കരയുന്നു. അതോടെ ശബ്ദം കേട്ട ദിക്കിലേക്ക് മിയ നീന്തുകയും നോവയെ കണ്ടെത്തുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ വെള്ളത്തിൽ കിടക്കുമ്പോൾ മിയ പ്ലാസ്റ്റിക് ബോക്സ് തുറന്ന് മീനിനെ എറിയുന്നു. പക്ഷികളെ ആകർഷിക്കാൻ വേണ്ടിയാണ് മിയ അത് ചെയ്യുന്നത്. അത് കണ്ട് കുറച്ച് കടൽക്കാക്കകൾ അങ്ങോട്ടേക്ക് വരികയും അവരെ ചുറ്റി പറക്കാനും തുടങ്ങി. ഈ പക്ഷികളുടെ കൂട്ടത്തെ അതുവഴി പോവുകയായിരുന്ന ഒരു ബോട്ടിലുള്ളവർ കാണുന്നു. അവർ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ബോട്ട് ഓടിക്കുന്നു. അങ്ങനെ ആ ചങ്ങാടം കാണുകയും അത് ബോട്ടിനുള്ളിലേക്ക് എടുത്ത് കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ആ ചങ്ങാടത്തിൽ നിന്നും ഒരു റോപ്പ് കടലിലേക്ക് പോയിരിക്കുന്നത് അവർ കാണുന്നു. അവർ ആ റോപ്പ് വലിച്ചെടുക്കാൻ തുടങ്ങി. ഒടുവിൽ അതിന്റെ അറ്റത്ത് പിടിച്ചു കിടന്നിരുന്ന മിയയുടെ ബോഡിയും പൊങ്ങി വന്നു. അവർ അവൾക്ക് പെട്ടെന്ന് തന്നെ CPR നൽകാൻ തുടങ്ങി. പക്ഷെ മിയ ഉണർന്നില്ല. പക്ഷെ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കാരണം ഒരു കുഞ്ഞ് അവളെ കാത്തിരിപ്പുണ്ട്. ഒരുപാട് തവണ മിയയുടെ നെഞ്ചിൽ അവർ അമർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒടുവിൽ മിയയ്ക്ക് ബോധം വരികയും അവൾ രക്ഷപ്പെടുകയും ചെയ്തു. കുഞ്ഞിനെ അവളുടെ കയ്യിൽ കൊടുത്ത ശേഷം അവർ ഉടനെ സഹായത്തിനായി വയർലെസ് മുഖേന കരയിലേക്ക് ബന്ധപ്പെടുന്നു. ഏകദേശം ബോധത്തിലേക്ക് വന്ന മിയ താൻ സുരക്ഷിതയാണെന്ന് മനസ്സിലാക്കുന്നു. ചക്രവാളത്തിലേക്ക് നോക്കിയ മിയ അവർ അയർലൻഡിലേക്ക് അടുക്കുന്നത് കാണുന്നു. അവൾക്ക് ആ തളർച്ചയിലും ഒരു പുഞ്ചിരി തെളിയുന്നു. അവൾ ആഗ്രഹിച്ച പോലെ ഒരു പുതിയ ജീവിതം അവൾക്കിനി ലഭിക്കും. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.